വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് തള്ളിയതിനെതിരായ ADGP MR അജിത് കുമാറിന്റെ ഹർജിയിൽ PV അൻവറിനെ ഹൈക്കോടതി കക്ഷി ചേർത്തു. ADGPയുടെ എതിർപ്പ് തള്ളിയാണ് ഈ നടപടി. തന്റെ പരാതിയിലാണ് അജിത് കുമാറിനെതിരെ അന്വേഷണം നടന്നതെന്നാണ് PV അൻവറിന്റെ വാദം. ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബിനിൽ, അൻവറിനെ കൂടി കക്ഷി ചേർക്കുമ്പോൾ ഇനി കാര്യങ്ങൾ മുന്നോട്ട് എങ്ങനെയായിരിക്കും? ആര്യ, PV അൻവറിനും ഒരു അവസരം ലഭിക്കുകയാണ്. താൻ ഉന്നയിച്ച പരാതികൾ സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ ഉണ്ടായെങ്കിൽ അത് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഇന്ന് PV അൻവർ ഈ കേസിൽ കക്ഷി ചേരാനുള്ള അപേക്ഷയുമായി എത്തുകയായിരുന്നു. അതാണ് ഇപ്പോൾ ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ ഈ കേസിൽ PV അൻവർ കക്ഷിയായിരുന്നില്ല. തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതിയിൽ ഒരു അഭിഭാഷകൻ നൽകിയ എതിർപ്പ് മുന്നിൽ വെച്ചുകൊണ്ടാണ് കോടതി വിജിലൻസ് റിപ്പോർട്ട് മടക്കി അയച്ചത്. അതായത് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് കോടതി അംഗീകരിക്കാതെ വീണ്ടും അന്വേഷണം നടത്താൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിട്ടത്. അതിനെതിരെയാണ് ADGP MR അജിത് കുമാർ ഹൈക്കോടതിയിൽ എത്തിയത്. ഇന്ന് ഈ PV അൻവറിനെ ഈ കേസിൽ കക്ഷി ചേർക്കുന്നതിനെ MR അജിത് കുമാർ എതിർക്കുകയാണ് ചെയ്തത്. പക്ഷേ കോടതി അത് അനുവദിച്ചു. അതിൻ്റെ ഒരു കാരണം എന്നത് ഈ അന്വേഷണത്തിലേക്ക് പോയത് PV അൻവറിന്റെ പരാതിയിലാണ് എന്നതുകൊണ്ട് തന്നെയാണ്. എന്തായാലും 7 ദിവസത്തിന് അകം എതിർ കക്ഷികളോട് എതിർ സത്യവാങ്മൂലം നൽകാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷം 25-ാം തീയതി കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അതുവരെ എന്തായാലും വിചാരണ കോടതി ഉത്തരവിനുള്ള സ്റ്റേ ഹൈക്കോടതി നീട്ടുകയും ചെയ്തിട്ടുണ്ട്. ശരി.